ഇതിപ്പോൾ ഒരു ചുരം കയറാൻ പോവുക. ഇന്നലെ നമ്മൾ എന്താക്കിയതാണ്, ഈ ചുരം ഇറങ്ങി വന്നതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ വിചാരിച്ചിട്ടാണ്. അധികം ആളും യാത്ര ചെയ്യുന്നതും വാഹനം ഓടിക്കുന്നതും പ്രത്യേകിച്ച് വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ റൂട്ടിൽ വന്ന ആൾക്കാരൊക്കെ കുഴപ്പമില്ല, വരാത്ത ആൾക്കാരും ഒക്കെ ഉള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരാത്ത ആൾക്കാർക്ക് ഈ റോഡിനെ പറ്റിയിട്ട് അറിയില്ല. ഇത് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 1.5-2 കിലോമീറ്ററായി ഇപ്പോൾ ഈ കയറ്റം തുടങ്ങിയിട്ട്. എൻ്റെ വണ്ടി കാലി വണ്ടിയായിട്ട് പോലും ഞാനിപ്പോൾ പോകുന്നത് 4ാമത്തെ ഗിയറിലാണ്. പക്ഷേ ഈ റോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല ഇത് കയറ്റാമെന്നുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു 20 ചില്ലറ കിലോമീറ്ററോളം ഇതേ അവസ്ഥയാണ്. ഇതേ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ കയറ്റങ്ങളാണ് മുന്നോട്ടുള്ളത്. ഞാൻ അവിടെ എത്തുമ്പോൾ അതിൻ്റെ 1-2 കാര്യങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. അവിടെ എത്തുമ്പോൾ ഞാൻ എന്താ ഇതരാം വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. കട്ടാക്കി ഒരു വളവ് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഞാൻ ചെയ്തിട്ടുണ്ടോ, ഒരു ലോറി അത് ഇതിൻ്റെ തീ പിടിച്ചതായിരുന്നു. ലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്യാൻഡർ വണ്ടി. അതിന് ഫുള്ള് വീഡിയോ എടുത്തറിയാണ് കേട്ടോ. പോലെ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കാതെ ഈ ചുരത്തിനെ പറ്റി അറിയാതെ ചുരം ഇറങ്ങി വന്ന ഒരു ഡ്രൈവർക്ക് പറ്റിയ അബദ്ധമാണിത്. കംപ്ലീറ്റ് സാധനം കത്തി നശിച്ചു പോയി. ബിസ്ക്കറ്റാണ് ഇതിൽ കൊണ്ടുപോകുന്നത്. കണ്ടോ, ബിസ്ക്കറ്റുകൾ കൊണ്ടുപോകുന്നതാണ്. അതിൽ വെയ്റ്റ്ലെസ് ലോഡാണല്ലോ എന്നുള്ള കണ്ടീഷനിൽ ചവിട്ടി പിടിച്ചിറങ്ങി വന്നത് ആശാൻ. സംഭവിച്ചതെന്ന് വെച്ചാൽ ടയർ നല്ലോണം ചൂടാവും. ചവിട്ടി ചൂടായി ടയറിന് ആദ്യം തീ പിടിച്ചു തുടങ്ങി. ടയർ തീ പിടിച്ച് വണ്ടി മൊത്തത്തിൽ കത്തി നശിച്ചു പോയി. ഇതിൽ സ്ഥിരം ഇറങ്ങുന്ന ആൾ തന്നെ ആയിരിക്കും. രജിസ്ട്രേഷനൊക്കെ കണ്ടിട്ട് കർണാടക വണ്ടിയാണ്. ഇതൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ ഇറങ്ങുന്ന ചുരം ഇറങ്ങി എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെയും മെയിൻ വിഷയമാണത്. വീല് എന്ന് പറയുന്ന സാധനം നല്ലോണം ചൂടാവും. കേട്ടോ, ഒരൊറ്റ ടയറിൻ്റെ മുകളിൽ നിന്നാണ് ഫസ്റ്റ് തീ പിടിച്ചതെന്ന്. അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അതാ പറഞ്ഞത്, വീല് ചൂടായിട്ട് അങ്ങനെ കത്തിപ്പോയതാണ്. ഒരു ലോഡ് ബിസ്ക്കറ്റ് അത് കംപ്ലീറ്റ് പോയി. ഏത് കമ്പനീൻ്റെ ബിസ്ക്കറ്റ് നോക്കട്ടെ കേട്ടോ. ടൈഗർ ബ്രിട്ടാനിയൻ്റെ ബിസ്ക്കറ്റ് കയറ്റി വന്ന വണ്ടിയാണ്. ഇനി ഇതിപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ കുറച്ച് മേലെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് 2-3 കിലോമീറ്റർ ഉണ്ടാവുമായിരിക്കും. അവിടെ ഇതുപോലെ വേറെ നെല്ല് കയറ്റി വന്ന് ഇന്നലെ ഇതൊക്കെ കണ്ടുപോയതാണ്. ഇന്നലെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നിപ്പോൾ ഞാനിതാ ലോഡിറക്കി ഞാൻ തിരിച്ച് കാലി കയറി പോവാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുരത്തിനെ പറ്റി അറിയാത്ത ആൾക്കാർക്കാണ് ഈ ഫാൾട്ട് പറ്റുന്നത്. ഞാൻ ബാക്കി അവിടെ തിരിയാൻ പറഞ്ഞുതരാം കേട്ടോ. എന്നാലും നമ്മളെ ഒരു ജസ്റ്റ് എന്താ പറയുക, 1 മണിക്കൂർ നിർത്തിയിട്ടാൽ മതി. അവർ ഒരു 10-23 കിലോമീറ്റർ ഇറങ്ങി വന്നതല്ലേ. ഫുള്ള് ചുരം എന്ന് പറയാൻ എന്താ പറയുക, നല്ല ഇറക്കം, കടും കുത്തനെ ഇറക്കം. വളവുകൾ കാര്യമായിട്ട് ഇല്ല. ഈ മടിക്കേരി ചുരമാണ്. വളവുകൾ കാര്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എയർപിന്ന് താമരശ്ശേരി ചുരം പോലെയോ അല്ലെങ്കിൽ നാടുകാണി ചുരം പോലെയോ പേരിയ ചുരം പോലെയോ ഒന്നില്ല. കുറ്റിയാടി ചുരം പോലെ കാര്യമായിട്ടുള്ള വളവുകൾ വലിയ എയർപിന്ന് ബെൻഡുകളില്ല. അപ്പോൾ ഇതിൽ വരുന്ന ആൾക്കാർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീല് പടപടാന്ന് പറഞ്ഞാൽ ചൂടാവും. എന്നുവെച്ചാൽ നല്ലോണം ചവിട്ടി ഇറങ്ങാൻ തന്നെ വേണം. അപ്പോൾ ഞാൻ അതാ 4-5 ഗിയറിലാണ് എന്താക്കുന്നത്, ഈ കയറ്റം തന്നെ അങ്ങോട്ട് കയറി പോണേ. ഇനി ഒരു 3-4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ കടും കുത്തനെ കയറ്റങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡ്രൈവർമാർക്കാണെങ്കിൽ കുളിക്കാൻ, ബാത്റൂമിൽ പോകാൻ, വെള്ളത്തിൻ്റെ ഒരുപാട് സൗകര്യങ്ങൾ ഹോട്ടലുകാർ ചെയ്തിട്ടുണ്ട് വഴിവെക്കിലൊക്കെ. അവിടെ നിർത്തി 1 മണിക്കൂർ കിടന്നാൽ മതി. ചുമ്മാ
ക്ഷീണം മാറ്റാനൊന്ന് ഒരു മണിക്കൂർ അവിടെ കിടന്നു കഴിഞ്ഞാൽ വെയിൽ കംപ്ലീറ്റ് തണുക്കും. ഇനി ഫ്രണ്ടൊന്ന് കഴുകണം, ഞാൻ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഇറങ്ങി പോവാം. ഇത് ഒന്നും എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു മണിക്കൂർ ലേറ്റായി വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം നഷ്ടപ്പെടുകയായിരിക്കും. നമുക്ക് ലോഡ് ഇറക്കാണ്ട് ചിലപ്പോൾ എന്താവും ഒരു ദിവസം നഷ്ടപ്പെടുകയായിരിക്കും. പക്ഷെ ആ ഒരു ദിവസം നമ്മൾ നോക്കിയിട്ടായിരിക്കും ചവിട്ടിറങ്ങി പോവുക. പക്ഷേ എന്താ പറയുക, ഇതിൽ വരുന്ന നഷ്ടം എത്രയാണെന്ന് ആലോചിക്കാൻ പറ്റുമോ? ആ വണ്ടി കംപ്ലീറ്റ് പോയി, പിന്നെ ആ ലോഡ് മൊത്തം പോയി. ഇൻഷുറുണ്ട്, കാര്യങ്ങളുണ്ട്, ഓക്കെയാണ്. പക്ഷേ ഡ്രൈവർ എന്ന് പറഞ്ഞ ആള് അന്നത്തെ ആ ഒരു ട്രിപ്പ് 2 ദിവസം ഉറക്കം കഴിഞ്ഞിട്ടായിരിക്കും ആ ലോഡുമായിട്ട് വന്നിട്ടുണ്ടാകുക. അവൻ്റെ കൂലി കാര്യങ്ങൾ, ഇവിടെ നിന്നതിൻ്റെ ചിലവുകൾ, ഇതൊന്നും ഈ ഒരു മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന കേസല്ലല്ലോ. ഒരു മണിക്കൂർ അവിടെ നിർത്തിയിട്ടാൽ നീ നമുക്ക് ശ്രദ്ധിക്കാതെ വളരെ എന്താ പറയുക ശ്രദ്ധിച്ചിട്ട് പോകണം ഈ ചുരം ഇറങ്ങാൻ. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 4-5 കിലോമീറ്ററിൻ്റെ അടുത്ത് പോകുന്നു. ഒരേ കയറ്റാണ്. ഈ കയറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു മല കാണാം. ഇതല്ല, ഇതിൻ്റെ പുറകിൽ കണ്ടോ ആ വലിയ മല കണ്ടോ പുറകിൽ? ആ മലയിലേക്കാണ് നമ്മൾ കയറി എത്തേണ്ടത്. അവിടെയാണ് ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള വളവുകൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ തന്നെയാണ് ഈ റോഡിലുള്ള വളവുകളുള്ളത്. പക്ഷേ ഇറക്കം എന്ന് പറഞ്ഞതാണ് ഈ മലേൻ്റെ മേലെ നിന്ന് ഇറങ്ങി വരുന്നതാണ്. ഒരു 3-4 മലകളാണ് ഇത് ഒരുമിച്ചുള്ളത്. ഇത് കംപ്ലീറ്റ് ഒരേ ഇറക്കമാണ്. ഇവിടെ കണ്ടോ വെള്ളം? അതിന് ഇവിടെ നിർത്തി ഒന്ന് കുളിച്ച് മാറ്റി വൃത്തിയായി സെറ്റപ്പായിട്ട് ഇവിടുന്ന് പോയാൽ മതി. കുളിക്കാനുള്ള സൗകര്യമുണ്ട്. കുളിക്കുക, വണ്ടി ഒന്ന് കഴുകുക. ഇതിനൊന്നും ആരും ഒന്നും പറയില്ല. അവിടെ വെറുതെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതൊന്നും ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ നിരപ്പ്, ഇപ്പോൾ ആ താഴെ കണ്ട വണ്ടിയുടെ ആ നിരപ്പിൽ ഇവിടെയൊക്കെ ഇത്രയും നിരപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വണ്ടി ചവിട്ടി ഒതുക്കി നിർത്താം. ഇനി എത്ര ചവിട്ടിയിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എന്താ പറയുക, നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് ഈ റോഡുമ്പോൾ തന്നെ ഒരുപാട് സെറ്റപ്പുകളുണ്ട്. ശ്രദ്ധിക്കുക എല്ലാവരും. വേറെ എന്തപ്പോൾ പറയുക, ഞാനും ഓരോ റോഡും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർ എന്ന് പറയാൻ നമ്മളല്ലല്ലോ, ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവർ. വണ്ടി ഓടിക്കുന്നല്ലാതെ ഡ്രൈവർ എന്നത് പൂർണ്ണമായിട്ട് പറയാൻ ഒരാൾക്കും പറ്റില്ല എന്നാണ് എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞത്. എൻ്റെ ഉപ്പ വണ്ടിയിൽ പോകുന്ന ആളാണ്. ഇപ്പം ഇന്നേ വരെ ഞാൻ ഡ്രൈവറാന്ന് പറയുന്നിട്ടില്ല. എന്താ പണി എന്ന് വെച്ചാൽ ഡ്രൈവർ പണി എന്ന് പറയും, വണ്ടി ഓടിക്കും എന്നല്ലാതെ മൂപ്പർ ഇന്നേ വരെ ഞാനൊരു ഡ്രൈവറാന്ന് പറയണത് ഞാൻ കേട്ടിട്ടില്ല. എന്നോട് പറഞ്ഞു തന്നതും അത് തന്നെയാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ 2ാമത്തെ വണ്ടി. അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെ ഞങ്ങൾ ഇത് നെല്ലായിട്ട് വന്ന വണ്ടിയാണ്. ഇത് വണ്ടി കണ്ടാൽ തന്നെ അറിയാം അധികം പഴക്കമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ടയറിനാണ് തീ പിടിച്ച് തുടങ്ങി. ഇതുണ്ടോ? വീല് ചൂടായിട്ട് കത്തി തുടങ്ങിയതാണ്. അതിൽ അങ്ങോട്ട് എന്താക്കി, ഈ ഡീസലിൻ്റെ ടാങ്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫ്രണ്ട് വീല് ആദ്യം കത്തി തുടങ്ങിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ ഡീസൽ ടാങ്ക്, ഇതിലെ ഡീസലിൻ്റെ പൈപ്പുകൾ പോകുന്നുണ്ട്. ആ പൈപ്പിന് പെട്ടെന്ന് തീ പിടിക്കും. ആ പൈപ്പിന് തീ പിടിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ നമുക്കെന്താ പറയുക, ഇറങ്ങി ഓടാൻ പോലും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയും കത്തി നശിച്ചു പോയി. വണ്ടി നമ്പർ കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് ഇതിൽ, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. ഓരോരുത്തരെ ശ്രദ്ധക്കുറവ് തന്നെ പറയുക ഇതിനൊക്കെ. നമുക്കൊരു കാര്യമില്ല, അത് ഇതാണ്
ചെറിയ നിസാര ഇതാണ്. ആദ്യ ഈ റോഡ് ഇങ്ങനെ അത്രയും എന്താ പറയുക സ്ലോപ്പായിട്ടുള്ള റോഡാണ്. നല്ല ഇറക്കം എന്ന് പറഞ്ഞാൽ നല്ല ഇറക്കം, ഒരു 10-20 ചില്ലറ കിലോമീറ്ററിൻ്റെ മേലെ ഉണ്ട് ഇറക്കം. ആ ഇറക്കത്തിലാണ് ഈ സംഭവിക്കുന്നത്. ശ്രദ്ധിക്കാതെ എടുത്ത് പോകുന്നതിൻ്റെ ഇത് കണ്ട. വണ്ടി നിർത്താൻ ഈ ചുരത്തിൽ നിർത്താനുള്ളത്. ഇപ്പോൾ ആ TM ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് ഈ പാലത്തിൻ്റെ തൊട്ടപ്പുറത്താണ് മറ്റേ വണ്ടി കത്തി കിടക്കുന്നത്. ഇവിടെ നിർത്തി എന്താ പറയുക വെള്ളം കണ്ട പൈപ്പിൽ പണ്ട് നമ്മളെ വയനാട് ചുരത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. അതെടുത്ത് ഒന്ന് പിടിച്ചു കൊടുത്താലും മതി. കാരണം ഉള്ളിലേക്കൊന്ന് ഇറങ്ങി വരുമ്പോൾ എന്താക്കരുത്, ഈ ചൂടോട് കൂടിയിട്ടൊന്ന് ഇതേപോലെ അടിച്ചു കൊടുക്കരുത് കേട്ടോ. ഒന്ന് കഴുകാം എന്നുള്ള കണ്ടീഷനിൽ കഴുകണമെന്നേ ഉള്ളൂ. ഇങ്ങനെയും സൗകര്യങ്ങൾ ഇവിടുത്തെ ആൾക്കാർ തന്നെ ചെയ്തു തരുന്നതാണ്. നമ്മളാരും പൈസ കൊടുത്ത് ചെയ്യണമെന്നല്ല ഇത്. വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുമ്പും ചില്ലറ വെള്ളമല്ല വരുന്നത്. വെറുതെ ഇതിപ്പോൾ അവിടെ നിന്ന് പുഴയോ അല്ലെങ്കിൽ ഒരു പുഴയുണ്ട്. അപ്പോൾ ആ മേലെ നിന്ന് പൈപ്പ് ഇട്ടിട്ട് ഇവിടുത്തെ ഈ ഹോട്ടലുകാരാണ്. അപ്പോൾ അവർ പിടിച്ചു വെക്കണം, അവരാവശ്യങ്ങൾക്ക് വേണ്ടി പിടിക്കാൻ വേണ്ടി എടുത്തു വെച്ചതാണ്. പിന്നെ അവരാവശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ട് എന്താക്കുകയാണ്, ഇതിലേക്ക് തുറന്നു വിടുന്നത് 24 മണിക്ക് ഒരു ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രമ്മ്. ഇത്രയും സൗകര്യം ഇവിടെ ഉണ്ട്. എന്നിട്ട് ശ്രദ്ധിക്കാതെ അറിയാതെയും ഇറങ്ങി വരുന്ന ആൾക്കാരാണ് മെയിനായിട്ട് ഇത് പറ്റി പോകുന്നത്. ഇതായിട്ട് വണ്ടിയും കഴുകാം, ഒന്ന് കുളിച്ച് ഫ്രഷായി സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് പോവാം. അല്ല പിന്നെ നമ്മളെ മലയാളികൾ അധികം ലോഡുമായിട്ട് ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാസർഗോഡ് ഭാഗത്തേക്കൊക്കെ ലോഡുള്ള ആൾക്കാരായിരിക്കും ഇതിൽ ഇറങ്ങി വരിക. ഞാൻ കാസർഗോഡേക്ക് ലോഡുമായിട്ട് പോയതായിരുന്നു. അവിടെ തന്നെ നമുക്ക് റിട്ടേൺ കാലി കയറുന്ന ഇതായതുകൊണ്ട് നമ്മളവിടെ ഇറക്കി നേരെ കാലി പോന്നു. ഈ റോഡിൽ ഏറ്റവും വലിയ ചതി ഇതുണ്ടോ, ഇത് ചെറിയ കയറ്റാ കാണുള്ളൂ. നല്ല നിരപ്പ് പോലെ തോന്നും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വെടിയുണ്ട പോലെ വരികയും ചെയ്യാം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മഴക്കേരിക്ക് 10 കിലോമീറ്റർ ഉണ്ട്. ഈ 10 കിലോമീറ്ററും ഇനി മുന്നോട്ടുള്ള 10 കിലോമീറ്ററാണ് പറഞ്ഞിട്ടോ, മുന്നോട്ടുള്ള 10 കിലോമീറ്റർ ഇതുപോലെ കയറ്റാണ്. മൊത്തം ഒരു ഏരിയ മൊത്തം പണ്ട് ശിരൂര് വന്ന പോലെ അങ്ങ് വരും. ഇപ്പം കുളത്തിലേക്കാളുടെ റോഡാണ്. അങ്ങോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ എന്താ പറയുക അറിയുക. എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ നാടും കാര്യങ്ങളും വീടുകൾ വയൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കാണുമ്പോൾ എന്തായിരിക്കും വിചാരിക്കും നമ്മൾ വിചാരിക്കും എന്താണ് പിന്നെ സാധാ റോഡായി എന്നുള്ളൊരു തെറ്റിദ്ധാരണ വരും നമുക്ക് ഓട്ടോമാറ്റിക്കലി. ഡ്രൈവർമാർക്കൊക്കെ വരും അതെന്ന് വെച്ചാൽ നല്ല റോഡ് പോലെ. പക്ഷേ ഇത് നല്ല ഇറക്കങ്ങളാണ്. ഇടയ്ക്ക് 1-2 ചെറിയ നിരപ്പുകൾ കിട്ടും, ചെറിയൊരു കയറ്റവും കിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ. പക്ഷേ അത് വിചാരിച്ചിട്ട് കയറി വന്നോ പണി 8ൻ്റെ പണി കിട്ടും. അങ്ങനെ കിട്ടുന്നതാണ് അവിടെ താഴത്ത് വെച്ചാൽ ഒരുപാട് സ്ഥലമുണ്ട് വീല് ചൂടായ ഒതുക്കാൻ. ഒരു 10-20 സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിലും നിലവിലുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ ടൗണുകൾ. പതുക്കെ ഇറങ്ങി വന്നില്ലെങ്കിലുള്ള പ്രശ്നമാണ്. ഒരു 4-5 മലയങ്ങാണ്ട്
ചുറ്റി കറങ്ങി കയറാണ്ട്. അതുകൊണ്ട് ഇതിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ സുഖമായിട്ട് എന്താക്കിയുള്ളൂ, ആ നോക്കി ശ്രദ്ധിച്ച് വന്നോളൂ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ. അല്ലെങ്കിൽ പണി 8ൻ്റെ അല്ല 16ൻ്റെ അല്ല 28ൻ്റെ കിട്ടും. 28ൻ്റെയും 32ൻ്റെയും ഒക്കെ പണിയാവും കിട്ടുക. ഇനി കൊന്ന് തികച്ചും കയറണം. അത് 3-4 മല ചുറ്റി അങ്ങ് കയറും. പക്ഷേ എയർപിന് വലിയ ബെൻഡുകളോ ഒന്നുമില്ല. അതുകൊണ്ട് ചൊരാന്ന് ആരും കരുതൂല. പക്ഷെ ഇതൊരു ചൊരാൻ തന്നെയാണ്. അത് അടിപൊളിയൊരു ചൊരാണ്. അടിപൊളിയൊരു പട്ടിയുണ്ടല്ലോ നിൽക്കുന്നത്, ബ്ലാക്ക്. അതായത് അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഇടിച്ച് കത്താനെ ഞാൻ. സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർ, ഗവൺമെൻറ് ഓഫ് കർണാടക.